ായിട്ടുള്ള രണ്ട് കലാകാരികളെ നമ്മളിപ്പോ അവിടെ കൊണ്ട് ഇരുത്തിയിട്ടുണ്ടല്ലോ. ഇപ്പൊ അവർക്ക് കാണാൻ വേണ്ടി നല്ല പരിപാടി ഇവിടെ അവതരിപ്പിക്കുന്നു. നല്ല വിഭവം വേണം നമ്മൾ കാഴ്ചവെക്കാൻ. അതെ, അതിന് രണ്ട് അടിപൊളി ആൺകുട്ടികളായിട്ടുള്ള കലാകാരന്മാരുടെ എത്തിയിട്ടുണ്ട്. പ്രജിത്ത് ആൻഡ് സുനിൽ. എന്താണ് ഇപ്പൊ ചെയ്യാൻ പോണത് പ്രജിത്ത്? ചേട്ടാ, ആദ്യമായി രേവതി ചേച്ചിയുടെ കിലുക്കം എന്ന ചിത്രത്തിലെ ശബ്ദമാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പല ഫീമെയിൽ ആർട്ടിസ്റ്റുകളുടെ വോയിസ് കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് രേവതി ചേച്ചിയുടെ വോയിസ് ചെയ്യുന്നത്. അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടാണ് ഇദ്ദേഹം ചെയ്യാൻ പോകുന്നത്. അതായത് ആദ്യം ഡയലോഗ് പ്രസന്റ് ചെയ്യാണ് ചെയ്യുന്നത്, പിന്നെ സ്പോട്ട് ഡബിംഗ് ആണ്. സീൻ വരും, ഓക്കെ, വെരി ഗുഡ്, വെറൈറ്റി. അപ്പൊ ആദ്യം നമുക്ക് ടെസ്റ്റ് സാമ്പിളം കടിച്ചേരി. ജോജിയും വന്നില്ല, തീയും വന്നില്ല, ഒരു മണ്ണാങ്കട്ടയും വന്നില്ല. അപ്പോൾ ഇതിനെ അടിക്കാൻ വന്നപ്പോൾ ഞാൻ എൻ്റെ കുട എടുത്ത് അവൻ്റെ വയറ്റ് തൊറ്റ കുത്തി. ഞാൻ വേറൊന്നും ചെയ്തില്ല, ഇത്ര ചെയ്തുള്ളൂ. അതിനാണ് അവന്മാർ ഇങ്ങനെ ബഹളം വയ്ക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്. ഇനി നമ്മൾ വിഷ്വൽ ഇട്ടിട്ട് അത് നോക്കി ഡബ് ചെയ്യുന്നു. ഓക്കെ, റെഡി? റെഡി. അങ്കമാലിയിലെ അമ്മാവൻ ആരാന്ന് പറഞ്ഞു? പ്രധാനമന്ത്രി. അപ്പം കഴുത പറയാ എൻ്റെ മാവൻ്റെ വഹയല്ല ഹോട്ടലിൽ നിന്ന്. അപ്പം ഞാൻ ചോദിച്ചു നിന്റെ മാവൻ്റെ വഹയാണ് ഹോട്ടലിൽ നിന്ന്. അപ്പം അവൻ എന്നെ എടീന്ന് വിളിച്ചു, ഞാൻ അവനെ പട്ടീന്ന് വിളിച്ചു. അപ്പോൾ ഒരുത്തിനെ അടിക്കാൻ വന്നപ്പോൾ ഞാൻ എൻ്റെ കുട എടുത്ത് അവൻ്റെ വയറ്റ് തൊറ്റ കുത്തി. എൻ്റെ കുടയെ പിടിച്ച് വലിച്ചപ്പോൾ ദാ അവിടെ ഇരിക്കുന്ന ഫോട്ടോ എടുത്ത് ഞാൻ തറയിലെറിഞ്ഞു, പഠിച്ചു. എന്നിട്ട് ഒരുത്തിനെ പിടിക്കാൻ വന്നപ്പോൾ ഞാൻ ഫോൺ എടുത്ത് അവൻ്റെ തലയിൽ ഒറ്റ അടിവെച്ച് കൊടുത്തു. എന്നിട്ട് ഒരുത്തിൻ്റെ അടുത്തൊന്ന് പറഞ്ഞു അവൻ്റെയാണ് ഈ ഹോട്ടലിൽ നിന്ന്. അപ്പം ഞാൻ അവൻ്റെ അപ്പപ്പിണ്ണി അമ്മമ്മീനെ ഒക്കെ ചീത്ത പറഞ്ഞു. അവൻ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോൾ ദാ അവിടെ ഇരിക്കുന്ന പൂച്ചട്ടി എടുത്ത് അവൻ്റെ തലയിൽ ഒറ്റ അടിവെച്ച് കൊടുത്തു. അവൻ ആശുപത്രിയിൽ കൊണ്ടുപോയി. ഞാൻ വേറൊന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഉമ്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. ചേട്ടാ, ഞാനൊരു ന്യൂ ജനറേഷൻ താരത്തിന്റെ വ്യത്യസ്ത കാലഘട്ടത്തിലെ 3 ലെവലിലുള്ള ശബ്ദം ചെയ്യും. അതായത് പൃഥ്വിരാജ് സാറിന്റെ 3 കാലഘട്ടങ്ങളിലുള്ള വോയിസ്. ആദ്യ ചിത്രമായ നന്ദനം എന്ന സിനിമയിൽ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ എടുത്തു. മുണ്ടൻ കേശവൻ നായർ ചെയ്ത പുണ്യം. ബാലാമണി നല്ല അസല് കുട്ടി. ബാലാമണി 143 അല്ല, വണ്ടിയുടെ നമ്പർ 143. ഇവിടെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. അമ്മാമ്മയുടെ മെഡിസിൻ, യേശുദാസിന്റെ CD, പിന്നെ ആ കുട്ടി ബാലാമണി. ബാലാമണി 143 അല്ല, 1 വീതം 2 നേരം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ബാലാമണി 143. കുറച്ചു കാലങ്ങൾക്ക് ശേഷം താന്തോന്നി എന്ന ചിത്രം വന്നപ്പോൾ അതിലൊരു ഫസ്റ്റ് എൻട്രിങ് സീനിൽ അദ്ദേഹം കുടിച്ചു മതോർമ്മത്തിനായി വരുന്ന സീനിലാണ് ആന്നേ ഞാനാന്നേ വടക്കൻ വീട്ടിൽ കൊച്ചൂന് കാറ്റ് പറഞ്ഞതും പൊള്ള്, കടല് പറഞ്ഞതും പൊള്ള്, കാലം പറഞ്ഞതും പൊള്ള്, എന്ന പൊള്ളല്ല പൊന്നേ എന്റെ ഉള്ള്. വടക്കൻ വീട്ടിൽ കൊച്ചൂന്നിനോട് കളിക്കാൻ നിൽക്കല്ലേ, ഉടച്ച് കയ്യെത്തരും കുഞ്ഞ്. നീ ഇപ്പോഴത്തെ ശബ്ദം എന്ന് നിന്റെ മൊയ്തിയിലെ നരേഷൻ ഡയലോഗ്. ഈ പുഴയുടെ കര പിടിച്ചു നടന്നാൽ അറബിക്കടലായി. അതിന് എത്ര കടവത്ത് ഏത് തോണിക്കാരൻ കൊത്തി നിർത്തിയാലും ഇരുവഴഞ്ഞിപ്പുഴ അറബിക്കടൽ എത്തുക തന്നെ ചെയ്യും. ഇരുവഴഞ്ഞി അറബിക്കടലുള്ളതാണെങ്കിൽ കാഞ്ചന മൊയ്തീനുള്ളതായിരിക്കും. ഇത് ഞാൻ അവൾക്കും അവൾ എനിക്കും പടച്ചോനും കൊടുത്ത വാക്കാണ്. വാക്കാണ് ഏറ്റവും വലിയ സത്യം. വല്യമ്പ്ര തറവാട്ടിലെ ഒരുപടി മണ്ണോ പൊന്നോ മൊയ്തീൻ ആവശ്യമില്ല. പക്ഷെങ്കിൽ മൊയ്തീൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മയ്യത്തിന്റെ ഒരറ്റം ഈ തോളത്തായിരിക്കും. കാരണം മൊയ്തീൻ ബാപ്പ എന്ന് ഒരുത്തനെ വിളിച്ചിട്ടുള്ളൂ. താങ്ക് യു. അടുത്തത് നവ്യ നായർ. നവ്യ നായർ. ഒരു പഴമുഖം എൻ്റെ ഈ പൊട്ട മനസ്സിൽ തോന്നിയപ്പോൾ ഞാൻ ഓടി ഇങ്ങോട്ടാ വന്നത്. എൻ്റെ ഇളയങ്ങള് 2 പെൺകുട്ടികളാ. കൊഞ്ച് കമ്പനിയിലാ ജോലി. ശമ്പളം കുറവാ. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. എൻ്റെ അമ്മയും കുഞ്ഞമ്മയും കണ്ടില്ല. CD മൂസ സിനിമ. ചേട്ടാ, ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന നമ്മുടെ നാടകവേദിയുടെ മലയാള സിനിമയിലെത്തിയ കലിംഗ ശശി ചേട്ടന്റെ ചോയ്സ്. ഓരോരുത്തരും അതങ്ങോട്ട് വന്നേക്കും. പ്ലാഞ്ചേട്ടൻ ഉണ്ടോ, പ്ലാഞ്ചേട്ടൻ ചത്തോ, ഓസ്കാർ കിട്ടിയോ എന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാ എഫക്റ്റ് ഇട്ടിട്ടുണ്ട്. കുട വിരിയുന്ന എഫക്റ്റ്, പൂക്കൾ വിരിയുന്ന എഫക്റ്റ്. എന്നാലും ചോപ്പ, നീ ഞങ്ങളോട് പറയാതെ കല്യാണം കഴിച്ചത് മോശമായി കേട്ടോ. താങ്ക് യു. ഫിലിമിൽ ചെയ്യണ പോലെയല്ല. ഞാൻ വെള്ളിമുങ്ങ എന്നുള്ള പടത്തിൽ ഞാനും അത് ചേട്ടനും കുറെ നാളുണ്ടായിരുന്നു. അപ്പൊ ഇതുപോലെ വെറുതെ സംസാരിച്ചാലും പുള്ളി ഇങ്ങനെ തന്നെ സംസാരിക്കും. അടിപൊളി. താങ്ക് യു. പഴച്ചെപ്പോഴും മാറിയിട്ടില്ല. 2 വഴിക്ക് തന്നെ വന്നത്.
അപ്പൊ നമ്മൾ അതിസാഹസികമായിട്ടുള്ള അഭിനയത്തിന്റെ മികവെല്ലാം പുറത്ത് ചാടിക്കാൻ പറ്റുന്ന ഡംസ്ട്രാറ്റ്സ് റൗണ്ടിലേക്ക് കിടക്കുകയാണ്. ഇപ്പൊ അറിയാം ആരാണ് നന്നായിട്ട് അഭിനയിക്കുന്നത്. അതെ, ഇതിൽ നമ്മൾ തെളിയിക്കണം ആരാണ് നന്നായിട്ട് അഭിനയിക്കുന്നതെന്ന്. ഓക്കെ, റെഡി ആണല്ലോ? ആരാണ്